നമസ്കാരം. ഇന്ന് വിവിധ വിഷയങ്ങളിലായിട്ടുള്ള 6 പുസ്തകങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ നാടൻ പാട്ടുകളും നാട്ടുവായ്ത്താരികളും സവിശേഷമായൊരു പുസ്തകമാണ്. സത്യൻ കല്ലുരുട്ടി രചിച്ചതാണ്. കേരളത്തനിമ നിറയുന്ന നമ്മുടെ നാടൻ പാട്ടുകളുടെയും നാട്ടുവായ്ത്താരികളുടെയും സമ്പന്നമായ ഒരു സമാഹാരം. ആനകളെ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. ആനകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം ചിറ്റാർ ആനന്ദൻ രചിച്ച ആന കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ. ആനയുടെ ജീവിത രീതി, അതിൻ്റെ ഉൽപ്പത്തി, കാട്ടാനകളുടെ പ്രശ്നങ്ങൾ, നാട്ടാനകളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടങ്ങി ആനകളെ സംബന്ധിക്കുന്ന സർവ്വ വിവരങ്ങളും അടങ്ങിയ ഒരു പുസ്തകമാണ് ആന കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ. ഒരു ബാലസാഹിത്യ കൃതിയാണ്. 151 മുല്ലാക്കഥകൾ കരീം പീഡിയക്കൽ എഴുതിയ പുസ്തകമാണ്. നൂറ്റാണ്ടുകളായി ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മുല്ലാക്കഥകളുടെ സമാഹാരം. യുക്തിചിന്തയും അമളികളും ഗുണപാഠങ്ങളും താളുകളിൽ ഒളിപ്പിക്കുന്ന മുല്ലാക്കഥകൾ ഏതൊരു വായനക്കാരനെയും വീണ്ടും വീണ്ടും വായിച്ച് ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല. 151 മുല്ലാക്കഥകൾ. ശ്രീ PSN നമ്പൂതിരി എഴുതിയ കേരളത്തിലെ ഐതിഹ്യങ്ങൾ നാട്ടുമൊഴി വഴികളിൽ. ഈ പുസ്തകം സവിശേഷമായൊരു പുസ്തകമാണ്. കഥകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളക്കര. കേരളത്തിലെ ഓരോ നാട്ടുവായ്ത്താരികളിലും കഥകളുടെ ശീലുകൾ പുതഞ്ഞു കിടക്കുന്നുണ്ട്. അത്തരം കഥകളെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകാരൻ നിർവഹിച്ചിരിക്കുന്നത്. മറ്റൊരു ബാലസാഹിത്യ കൃതിയാണ് അതിശയിപ്പിക്കുന്ന അറബിക് കഥകൾ. കരീം പീഡിയക്കലിൻ്റെ മറ്റൊരു പുസ്തകമാണ്. നൂറ്റാണ്ടുകളായി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന അറബിക് കഥകളുടെ സമാഹാരം. ഭൂതങ്ങളും സ്വർണ്ണനിധികളും നാനാതരം മനുഷ്യരും മൃഗങ്ങളും നിറയുന്ന കഥകളുടെ അത്ഭുത പ്രപഞ്ചം. അതിശയിപ്പിക്കുന്ന അറബിക് കഥകൾ. ശ്രീ PS പണിക്കർ എഴുതിയ ഒരു പുസ്തകമാണ് ചോദ്യങ്ങൾ അനവധി ഉത്തരം 1. ചോദ്യങ്ങൾ അനവധി ഉത്തരം 1. മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകരിക്കുന്ന വിജ്ഞാനപ്രദമായ പുസ്തകം. PS പണിക്കരുടെ ചോദ്യങ്ങൾ അനവധി ഉത്തരം 1.